ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അവിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് നോയ് പറയുന്നത് കേട്ടിട്ട് തീ ഡാൻസ് കളിക്കുന്നത് വരെയാണ്. പിന്നെ അവർ അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്, അമ്പലത്തിൻ്റെ തന്നെ. അവിടെ ചെല്ലുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ബോൾ ക്യാച്ച് ചെയ്യാനാണ്. അവരെന്തെങ്കിലും ആചാരമായിരിക്കും അത്. തീക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരു ബോൾ പോലും പിടിക്കാനേ പറ്റുന്നില്ല. കാരണം ആ എറിയുന്ന ആൾ നല്ല ഫോഴ്സ് ആയിട്ടാണ് ആ ബോൾസ് എറിയുന്നത്. അവന് ഒരു ബോൾ പോലും കിട്ടുന്നതുമില്ല. അതുപോലെ അവൻ്റെ പുറത്തേക്ക് ഒരുപാട് ബോൾസ് വന്ന് അടിക്കുന്നുമുണ്ട്. അവസാനം അവന് അടി കൊണ്ട് തറയിലേക്ക് ഇരിക്കുകയാണ്. കുറച്ച് ബോൾസ് തറയിൽ കിടക്കുന്നത് കാണുന്നു. അതെടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാർ അത് പെട്ടെന്ന് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അവസാനം അടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവനാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ എണീക്കുന്നുമുണ്ട്. എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ പുറത്തേക്ക് ബോൾ വീഴാതാകുന്നു. അങ്ങനെ തീയാണെങ്കിൽ മുകളിലോട്ട് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവിടേക്ക് നോയ് വന്നിട്ടുണ്ട്. അവൻ ഒരു കുടയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ ഇത്രയ്ക്കും നല്ലൊരാളായിരുന്നു, ഞാൻ ഒരിക്കലും കരുതിയില്ല അവനിങ്ങനെ മറ്റുള്ളവരെ പറ്റിയൊക്കെ ചിന്തിക്കുമെന്ന്. എന്നിട്ട് തീയാണെങ്കിൽ നോയോട് താങ്ക്സ് പറയുന്നു. അപ്പം നോയ് പറയുന്നു, നീ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാൻ. അപ്പം തീയാണെങ്കിൽ പോകാതെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നോയ് പറയുന്നു, നീ പോണെങ്കിൽ എനിക്ക് ഈ കുട അങ്ങോട്ട് കൊണ്ടുപോയാലേ എനിക്ക് കുറച്ചുകൂടെ ബോൾസ് കളക്ട് ചെയ്യാൻ ഒക്കൂ. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ പുറത്ത് ഇനിയും ബോൾസ് വീഴുമെന്ന്. അപ്പോഴാണ് തീക്ക് മനസ്സിലാകുന്നത് നോയ് ആ കുട കൊണ്ടുവന്നത് അവനെ രക്ഷിക്കാനായിട്ടൊന്നും അല്ല, അവന് ബോൾസ് കളക്ട് ചെയ്യാനായിട്ടാണെന്ന്. തീ പോകുന്ന സമയം ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് കാലിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒറ്റ കാലിൽ മാത്രമേ ചെരുപ്പുള്ളൂ, മറ്റേ കാലിൽ ചെരുപ്പില്ല. അത് കളഞ്ഞു പോയിരുന്നു. നോയാണെങ്കിൽ ആ ബോൾസൊക്കെ ക്യാച്ച് ചെയ്തതിന് ശേഷം ബൈക്കിനടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഓം എല്ലാവരോടും ചോദിക്കുന്നു, നമുക്ക് പോയി നൂഡിൽസ് കഴിച്ചാലോ എന്ന്. എന്നിട്ട് നോയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ കഴിക്കാൻ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഓം പറയുന്നു, ഇല്ലടാ, ഞാൻ ഫസ്റ്റ് പോയി എൻ്റെ ട്യൂട്ടറിനെ കണ്ടുപിടിക്കട്ടെ, നിങ്ങളിപ്പോൾ പൊയ്ക്കോ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന്. അപ്പോൾ ഓം ചോദിക്കുന്നു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിനക്കെന്ന്. അപ്പോൾ നോയ് പറയുന്നു, വേണ്ടടാ, ഹെൽപ്പൊന്നും വേണ്ടെന്ന്. നോയ് പറഞ്ഞതിന് ശേഷം ഓം ചോദിക്കുന്നു, പിന്നെ നീ തീയെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ചേർത്തല്ലേ, അത് ശരിയാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം നമുക്കിവിടെ ബുദ്ധി മാത്രം ഉള്ള ഒരാളെ അല്ലല്ലോ ആവശ്യം, നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരാളെയല്ലേ ആവശ്യമെന്ന്. അത് കേട്ടിട്ട് നോയ് പറയുന്നു, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളൂ എന്ന്. ഓം നോയോട് ബൈ പറഞ്ഞിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ബൈക്കിൽ ഹെൽമറ്റ് ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, ഇതാരെ ഹെൽമറ്റ് എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ നോയ് ആ ഹെൽമറ്റ് അവൻ്റെ കയ്യിലേക്ക് വാങ്ങുന്നുണ്ട്. അതിനുശേഷം ഓം പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നോയ് ഒരു റെഡ് കളർ ഉടുപ്പിട്ട പെണ്ണ് മാത്രമാണ് അവിടെ ഉള്ളത്. അവൾ ചോദിക്കുന്നു, അല്ല നീ ഇവിടെ ആരെ കാത്ത് നിൽക്കുകയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ ട്യൂട്ടറിനെ കാത്ത് നിൽക്കുകയാണെന്ന്. അങ്ങനെ അവൾ ചോദിക്കുന്നു, നീ എന്തിനാ നിൻ്റെ ട്യൂട്ടറിനെ എങ്ങനെ എപ്പോഴും ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതെന്ന്. അപ്പം നോയ് പറയുന്നു, അത് ഞാൻ വെറുതെ ഒരു ഫണ്ണിനായിട്ടാണ് അവനെ എപ്പോഴും ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതെന്ന്. തീ നേരത്തെ തന്നെ പറഞ്ഞില്ലായിരുന്നു അവന് വിശന്നിട്ട് വയ്യെന്ന്, അതുകൊണ്ട് അവൻ എന്തോ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വരെയാണ്. അപ്പം നോയ് അവനെ കണ്ടിട്ട് ചോദിക്കുന്നു, അല്ല നിനക്ക് വട്ടായോ, അതോ ഇത് പുതിയ വല്ല ട്രെൻഡാണോ, അല്ല നിൻ്റെ കാലിൽ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതെന്ന്. അപ്പോൾ തീക്ക് അത് കേട്ടിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും അവൻ ഒന്നും പറയുന്നില്ല തിരിച്ച്. പിന്നെ അവരാണെങ്കിൽ അമ്പലത്തിലെ എല്ലാ ഭാഗത്തും പോയി നോക്കുന്നുണ്ട് ചെരുപ്പ്, പക്ഷെ അവിടെ നിന്നൊന്നും തന്നെ കിട്ടുന്നില്ല. അവിടെയൊക്കെ ചെരുപ്പ് നോക്കിയിട്ടും കിട്ടാത്തത് കൊണ്ട് നോയ് അവനോട് പറയുന്നു, അമ്പലത്തിലെ ആൾക്കാരിടുന്ന ചെരുപ്പ് ഇവിടെ ഉണ്ട്, അത് നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുത്തിട്ടോണ്ട് വാ, പിന്നെ അത് തിരിച്ചു കൊണ്ട് വെച്ചാൽ മതിയെന്ന്. തീ എന്തൊക്കെ പറഞ്ഞിട്ട് അത് അമ്പലത്തിലെ ആൾക്കാരിടുന്നതായതുകൊണ്ട് ഇടാൻ സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെ നോയാണെങ്കിൽ അവന് ദേഷ്യം വന്ന് അവൻ്റെ കാലിലൊക്കെ അടിച്ചിട്ട് എങ്ങനെയൊക്കെ ആ ചെരുപ്പ് കയറ്റി ഇട്ട് കൊടുക്കുന്നു. നോയ് ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നീ ഇത് തെറ്റാണെന്ന് കരുതണ്ട, നിൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ മതിയെന്ന്. തീയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് എടുത്ത സാധനമായതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചതിന് ശേഷമാണ് അത് ഇട്ടുകൊണ്ട് പോകുന്നത്. തീക്കാണെങ്കിൽ ആ ചെരുപ്പ് ഇട്ടെങ്കിലും ഒട്ടും തന്നെ നടക്കാൻ ഒക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെരുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ആ അമ്പലത്തിലുള്ളവരാണെങ്കിൽ ആ ചെരുപ്പിൻ്റെ പാതി ഭാഗം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് അങ്ങനെ നോയരോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, നിന്നെ പോലുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ തീ അത് കേട്ടിട്ട് ചോദിക്കുന്നു,
നീയല്ലേ പറഞ്ഞത് ഞാനിത് മോഷ്ടിച്ചതൊന്നും അല്ലെന്ന്. അപ്പം നോയ് പറയുന്നു, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ, നിന്നെ പറ്റിയല്ല മറ്റുള്ളവരെ പറ്റിയാണ് ഞാനിത് പറഞ്ഞതെന്ന്. തീ അത് കേട്ടിട്ടാണെങ്കിൽ പേടിച്ചിട്ട് ചോദിക്കുന്നു, നമുക്കിതിപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താലോ എന്ന്. അപ്പം അവരാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു പോവേണ്. പിന്നെ അവർ 3 പേരും കൂടെ നൂഡിൽസ് കഴിക്കുന്ന കടയിലേക്ക് പോവേണ്. തീക്ക് ആ ചെരുപ്പിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നടക്കാനായിട്ട്. തീക്കാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ നോയോട് പറയുന്നുണ്ട് സൂപ്പർ ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. എന്നിട്ട് രണ്ടാമതും വാങ്ങി കഴിക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് സാധാരണയായിട്ട് നോയ് ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാറേ ഇല്ലെന്ന്. അത് മനസ്സിലായതിന് ശേഷം തീ പറയാണ്, നീ ഇത് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത് വാങ്ങി കഴിക്കില്ലായിരുന്നു എന്ന്. എന്നിട്ട് അവൻ പറയാണ്, നീ ചെയ്യുന്നത് ശരിയല്ല, കാരണം അവരുടെ ആവശ്യങ്ങൾക്കായിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ പൈസ കൊടുക്കാതെ കഴിക്കുന്നത് ശരിയല്ലെന്ന്. തീ പറയുന്നത് കേട്ടിട്ട് നോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നു, നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ നീ വായുടച്ച് ചുമ്മാതിരിക്കാൻ നോക്കണമെന്ന്. തീയാണെങ്കിൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ ഫ്രണ്ട്സിനോട് പോയി പറയാണ്. അതും ആക്ഷനൊക്കെ കാണിച്ചാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് അവർ ചോദിക്കുന്നു, പിന്നെ നീ അവനെ അവോയ്ഡ് ചെയ്യാത്ത എന്തെന്ന്. അപ്പോൾ തീ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് അവനെ അവോയ്ഡ് ചെയ്യുന്നത്, കാരണം അവൻ്റെ അമ്മ എനിക്ക് ഫീസ് ഓൾറെഡി തന്നു കഴിഞ്ഞു, ഇനി എനിക്ക് അവനെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. തീ പറയുന്നതൊക്കെ കേട്ടിട്ട് ഫാച്ച് പറയുന്നു, ഞാനൊരു കാര്യം പറയാം, നീ അതുപോലെ ചെയ്യാൻ നോക്ക്. നീ ആ ചെറുക്കനെ പഠിപ്പിക്കുന്നത് നിർത്ത്, കാരണം അവനെ പഠിപ്പിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് ആവുന്നത് തന്നെ മിച്ചമായിരിക്കും. അതുപോലെ ഒരു വാക്കല്ലേ, അതിന് പ്രശ്നമില്ല, നീ അവനെ പഠിപ്പിക്കുന്നത് നിർത്തുന്ന്. അപ്പം തീ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞാൻ ആ വാത്പൂ ഗ്യാങ്ങിൽ ചേർന്നിരിക്കുന്നു എന്ന്. ഇത് കേട്ടിട്ട് ഒരു ഷോക്കായിട്ട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എന്തോന്ന് പറഞ്ഞത്, ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. അങ്ങനെ തീ പറയാണ്, എന്നെ നോയ് ആ ഗ്യാങ്ങിലേക്ക് ചേർത്തിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ സർനെയിം തീ വാത്പൂ എന്നാണെന്ന്. തീയുടെ പുതിയ പേരും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടിമ്മാൻറ്റിയുടെ അടുത്തേക്ക് പോകാം, എന്നിട്ട് നീ ആൻറ്റിയോട് പറഞ്ഞാൽ മതി, ആൻറ്റിയുടെ മോനെ എനിക്കിനി പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പറ്റില്ല, എനിക്ക് ആ പ്രോമിസ് അങ്ങനെ ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ലെന്ന്. അത് കേട്ടിട്ട് ടീന ചോദിക്കുന്നു, പിന്നെ ഇനി എന്ത് ചെയ്യാനാണെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോഹി തീയെ കോൾ ചെയ്യുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നോഹി പറയാണ്, നോഹി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീടിന് പുറത്തേക്ക് വരുന്നതായിരിക്കും, അവൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞതെന്നും അവൾ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൾ കോൾ പെട്ടെന്ന് തന്നെ കട്ടും ചെയ്യുന്നു. അതിനുശേഷം അവർ 4 പേരും കൂടെ നോയെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ടീന പറയാണ് നോയിനെ കണ്ടിട്ട്, ഇവനെ കണ്ടിട്ട് അങ്ങനെ അത്ര പേടിക്കാനായിട്ടുള്ള ഒരാളെ പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന്. അതിനുശേഷം അവർ നോയുടെ അടുത്തേക്ക് പോവുകയാണ്. നോയ് തീയുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ചോദിക്കുന്നു, ഇത് നിൻ്റെ ഫ്രണ്ട്സ് ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതെ അതെ, ഇതെൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ കുറച്ച് തിരക്കിലാണിപ്പോൾ, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എന്ത് കാര്യമായാലും പെട്ടെന്നൊന്ന് പറയുമോ എന്ന്. തീ പറയുന്നത് കേട്ടിട്ട് നോയി ആണെങ്കിൽ അവൻ്റെ ഹോംവർക്ക് ബുക്കാണെങ്കിൽ എടുത്ത് തീയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അത് കണ്ടിട്ട് തീ ചോദിക്കുന്നു, ഇതെന്തോന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഇതിലെൻ്റെ ഹോംവർക്ക് ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്ത് വെച്ചേക്കെന്ന്. തീ ആദ്യം അത് വാങ്ങുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ തന്നെ ഈ ഹോംവർക്ക് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, വേണ്ട, നീ ചെയ്താൽ മതിയെന്ന്. എന്നിട്ട് അവൻ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് അവൻ പറയുന്നു, പറ്റത്തില്ല, കാരണം ഞാൻ നിനക്ക് ഹോംവർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നിൻ്റെ ട്യൂട്ടർ മാത്രമാണെന്ന്. അപ്പോൾ നോയാണെങ്കിൽ തീ പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, അല്ല, നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ട് എന്തോന്ന് ഗുണമാണ് ഉള്ളതെന്ന്. അപ്പോൾ തീക്കാണെങ്കിൽ എന്ത് ഉത്തരം പറയണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും നടക്കേണ് തിരിച്ചു കയറി പോകാനായിട്ട്. പക്ഷെ പെട്ടെന്ന് അവൻ തിരിഞ്ഞു വന്നിട്ട് നോയോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. നോയാണെങ്കിൽ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ ശരിയാണോ എന്ന് ടോങ് ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അവൻ പറയുന്നു ആൻസർ കറക്റ്റ് ആണെന്ന്. ടോങ് പറയുന്നത് കേട്ടിട്ട് തീ നോയോട് പറയാണ്, എനിക്ക് നീ എങ്ങനെയാണ് ആൻസർ പറഞ്ഞതെന്ന് അറിയാം, കാരണം നീ അന്ന് തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ആൻസർ പറഞ്ഞത്, ഞാൻ കണ്ടതാണ്. പിന്നെ ഞാൻ അന്ന് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ നീ അതിൻ്റെ ആൻസർ പറഞ്ഞതെന്ന്. തീ പറയുന്നത് കേട്ടിട്ട് നോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവസാനം അവൻ പറയും, ആ ശരി, ഞാൻ തന്നെ ഈ ഹോംവർക്ക് സ്വന്തമായിട്ട് ചെയ്തോളാം, പക്ഷേ നീ 4 മണിയാകുമ്പോഴത്തേക്കും നാളെ വൈകുന്നേരം വാത്പൂ ടെമ്പിളിലേക്ക് വന്ന് എനിക്കിത് പറഞ്ഞു തന്നാൽ മതിയെന്ന്.
ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമായതുപോലെയാണ്. വൈകുന്നേരം തീ ആണെങ്കിൽ അവന് ട്യൂഷൻ എടുത്ത് കൊടുക്കുകയാണ്. നോയ് ഹോംവർക്ക് എഴുതുന്ന സമയത്ത് അവനെ നോക്കിയിട്ട് മനസ്സിൽ പറയാണ്, ഈ നോയ് ഓരോ ദിവസവും ഓരോ മൂഡിലായിരിക്കും. ചില ദിവസങ്ങളിൽ നല്ലതുപോലെ പെരുമാറുന്നു, ചില ദിവസങ്ങളിലാണെങ്കിൽ പേടിപ്പെടുത്തുന്നത് പോലെ. ഇപ്പോഴാണെങ്കിൽ നല്ല കുട്ടിയെ പോലെ ഇരുന്ന് പഠിക്കുന്നു എന്ന്. ഇവൻ നല്ല കുട്ടിയെ പോലെ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ അവനാണെങ്കിൽ ബുക്ക് എടുത്ത് ഇറങ്ങിയിട്ട് പറയണേ, എന്നെ കൊണ്ട് ഇത് ചെയ്യാനൊന്നും ഒക്കത്തില്ല, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല, ഞാനിത് ക്വിറ്റ് ചെയ്തിട്ട് പോകുന്നെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നോയ് അവിടെ നിന്ന് ഇറങ്ങി പോവേണ്. നോയുടെ പിന്നാലെ തീ പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് പറയല്ലേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പോൾ പഠിക്കാനെന്ന്. അപ്പോൾ തീ പറയുന്നു, അയ്യോ ഞാൻ അതിനായിട്ടല്ലേ വന്നത്, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനായിട്ടാണ് വന്നത്. നമ്മൾ അന്ന് പോയ ടെമ്പിളിൻ്റെ പേരെന്താ, എനിക്ക് അങ്ങോട്ട് പോകണോ എന്ന്. ആ അമ്പലത്തിൻ്റെ പേര് ചോദിച്ചത് കൊണ്ട് നോയ് അവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അങ്ങോട്ട് പോകുന്നത് മറ്റൊന്നിനുമല്ല, അവൻ ആ ചെരുപ്പ് കൊണ്ടുപോയില്ലായിരുന്നു, ആ ചെരുപ്പ് തിരിച്ചു കൊണ്ടുപോയി അവിടെ വെക്കാനായിട്ടാണ്. ചെരുപ്പ് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ പറയുന്നു, എന്നാൽ ശരി നോയ്, നീ ഇനി പൊയ്ക്കോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അത് കേട്ട ഉടനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്ന സമയത്ത് രണ്ടുപേര് വന്നിട്ട് ചോദിക്കുന്നു, നീ ആ അമ്പലത്തിൽ നിന്ന് ചെരുപ്പ് എടുത്തായിരുന്നോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാനത് എടുത്തായിരുന്നു, പക്ഷെ തിരിച്ചിപ്പോൾ തന്നെ കൊണ്ടുപോയി വെച്ചെന്ന്. അപ്പോൾ ഇതിന് ശേഷമുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.